ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. കാരണം എൻ്റെ ഒരു ചാനൽ സബ് ചെയ്തിട്ടുള്ളവർ മിക്കവാറും മേക്കിംഗ് വീഡിയോസ് ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ മേക്കിംഗ് വീഡിയോ ആയിട്ടല്ല വരുന്നത്. അപ്പോൾ ഇന്ന് തീരെ വയ്യായിരുന്നു, ഭയങ്കര തലവേദന. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനിത് മുമ്പ് എടുത്ത് വെച്ചിരുന്നതാണ് മഞ്ഞൾ പറിച്ച് ഉണക്കുന്ന വീഡിയോ. അപ്പോൾ എന്നാൽ അത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാതിരുന്നുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കും, വയ്യെങ്കിൽ പിന്നെ വീഡിയോ ഇടാതിരുന്നുകൂടെയെന്ന്. പക്ഷേ ഞാനിന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഷീഷയിനും വീഡിയോ ഇടില്ല. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ്. ഒരേ ടൈമിൽ ഒരേ ദിവസം അങ്ങനെയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറ്. ഒരാൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ മറ്റേ ആൾ അപ്ലോഡ് ചെയ്യില്ല. ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നോമ്പൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ദിവസം ഞാൻ ഇട്ടില്ലെങ്കിൽ ആ ഒരു ഡെയിലി ഇടുന്ന ആ ഒരു റുട്ടീൻ മാറിപ്പോകും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എന്തായാലും വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ കുറച്ച് വീട്ടിൽ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഞ്ഞൾ പറിച്ച് ഉണക്കുന്ന ടൈമാണല്ലോ, അപ്പോൾ അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് പുഴുങ്ങി ഉണക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലാണോ മഞ്ഞൾ ഉണക്കാറെന്നുള്ളതൊന്ന് പറയണേ. ഞങ്ങളിത് നന്നായിട്ട് പറിച്ച് ഇതിൻ്റെ വിത്തൊക്കെ മാറ്റിയതിന് ശേഷം ഇത് പുഴുങ്ങിയിട്ട് പിന്നെ നമ്മൾ വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കും. അപ്പോൾ ഇത് പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര അധികം മഞ്ഞളുണ്ടോയെന്ന്. പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു കാൽ ഭാഗമേ കിട്ടുള്ളൂ കേട്ടോ, മഞ്ഞൾ ഉണങ്ങി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ല മഞ്ഞൾ. അങ്ങനെ ഒന്നരാടം കൊല്ലട്ടിട്ടാണ് പറിക്കാറ്. ഒരു വർഷം നട്ട് കഴിഞ്ഞാൽ പിന്നത്തെ വർഷം നമ്മൾ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് വളമൊക്കെ ഇട്ട് ജസ്റ്റ് മണ്ണിട്ട് മൂടിയിടും. പിന്നത്തെ വർഷമാണ് അത് പറിക്കുക. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ടത് പറിക്കണില്ല, അതിന് മുമ്പത്തെ വർഷം നട്ടതാണ് ഈ വർഷം പറിച്ചെടുക്കുന്നത്. അപ്പോൾ പണിക്ക് ഞങ്ങളുടെ ഇവിടെ സ്ഥിരം വരാറുള്ളൊരു അപ്പാപ്പനുണ്ട്. അപ്പോൾ ആളാണ് പറിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചേച്ചിയും അതിനെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനാണ് കൂടിയത്. അപ്പോൾ ചേച്ചിയെ വിളിക്കണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. അച്ഛനും അപ്പാപ്പനും കൂടി പറിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാണ്ടായി, പറ്റണുണ്ടായിരുന്നില്ല ആൾക്ക്. ഇവിടെ പണിയെടുത്ത് അങ്ങനത്തെ പണികളൊന്നും എടുത്ത് ശീലമില്ല അവർക്ക്. പണ്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ വളപ്പിൽ നിന്ന് കയറില്ല. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം വന്ന് നമ്മുടെ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് വയ്യാണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കത് പെട്ടെന്ന് പറ്റുണ്ടായില്ല. അപ്പോൾ പിന്നെ കൂടെ ചേച്ചിയെ വിളിച്ചു. പിന്നെ അപ്പാപ്പനെ സഹായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ മഞ്ഞൾ വാരങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് സൗണ്ട് കൊടുക്കാനും തീരെ വയ്യ കേട്ടോ, നല്ല തലവേദനയുണ്ട്. അപ്പോൾ സൗണ്ടും തീരെ വയ്യ എനിക്ക്. എന്നാലും സൗണ്ട് കൊടുക്കാതെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് അങ്ങനെ ഇപ്പോൾ കയറാറില്ല. സൗണ്ട് തുടങ്ങിയതിന് ശേഷം മ്യൂസിക് ഇട്ടിടുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോസ് ഇപ്പോൾ കയറാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വയ്യെങ്കിലും സൗണ്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ ഇടണില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാൽ എന്നെക്കൊണ്ട് പരമാവധി വീഡിയോ ഇടിക്കാൻ ഷമ്മു നോക്കൂട്ടാ. ഇതിന് മുമ്പ് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിളിക്കും, ഇന്ന് വീഡിയോ ഇടണ്ട, സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പം ചീത്ത പറയും. എങ്ങനെയെങ്കിലും എന്നെക്കൊണ്ട് അന്ന് വീഡിയോ എടുപ്പിച്ചിരിക്കും. പല പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യില്ല, മടിയോ. അപ്പോൾ എന്നോട് പറയും, ഞാൻ വിളിച്ച് പറയും ഇന്ന് വീഡിയോ ഇട്ടോ ഷമ്മു ഇട്ടോ, ഞാൻ ഇടണില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. വെച്ച ഫോൺ വെച്ച് വേഗം പോയി വീഡിയോ എടുക്ക്, വേഗം പോയി വീഡിയോ എടുത്തിട്ട് ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ എടുത്ത വീഡിയോസ് ഉണ്ട് കേട്ടോ അതിൽ. ഞാൻ അന്നൊന്നും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ എനിക്ക് ഒരുപാട് മോഡൽസ് ആൾ അയച്ചു തരും, കാണുന്ന മോഡൽസൊക്കെ അയച്ചു തരും. ഇതുപോലെ ചെയ്ത് നോക്ക്, ഇതുപോലത്തെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ കുറേ മോഡൽസ് അയച്ചു തരാറുണ്ട്. ഞാൻ ചിലതൊക്കെ ആ ഷമ്മു അയച്ചു തന്ന വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ രീതിയിലാക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മോണി ആവുന്ന ടൈമിലൊക്കെ വീഡിയോ ഇടാതിരുന്ന വാച്ച് അവർ കയറില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചീത്ത പറയും, ഇങ്ങനെ മടി പിടിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. കാരണം ഒരാൾ ഒന്ന് ഡള്ളായ അപ്പോൾ അടുത്ത ആൾ അങ്ങോട്ട് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഷമ്മു ആയാലും വീഡിയോ ഇടാനില്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയതെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട്, നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾ. അപ്പോൾ ഇനിയും ഞങ്ങളെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മേക്കിംഗ് വീഡിയോസ് അല്ലെങ്കിലും ഈ വീഡിയോയും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ഷമ്മുവിനെ, ചിലർക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാൻ പറയാം, ഷീഷൈൻ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ആളുടെ കുക്കിംഗ് വീഡിയോസാണ്, ഇപ്പോൾ കുക്കിംഗ് വീഡിയോസാണ് അധികം ഇടുന്നത്.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫാഷൻ ഡിസൈനേഴ്സാണ്. അപ്പോൾ ആദ്യം ഡിസൈനിങ് വീഡിയോസാണ് ഇട്ടിരുന്നത്, പിന്നെ ആളങ്ങനെ കുക്കിങ്ങിലേക്ക് മാറി. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്, നിങ്ങൾ പോയി ഒന്ന് കണ്ടോളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ആളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ടേസ്റ്റും അപാരം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ പോയി ആളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയണത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആൾ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ നഷ്ടമാവില്ല, കാരണം അതേപോലെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല പുതിയ വെറൈറ്റി ഫുഡുകളാണ് ആളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ മഞ്ഞളിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ മഞ്ഞൾ പറിച്ച് പോർച്ചിലാണ് കേട്ടോ കൊണ്ടുവന്ന് ഇടുന്നത്. പോർച്ചിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പിന്നെ അവിടെ ഇരുന്നത് നന്നാക്കി എടുക്കണം. അതിൻ്റെ ആ ഒരു കടഭാഗമൊക്കെ വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പിന്നെ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ പറിക്കണത് അച്ഛൻ പോർച്ചിൽ കൊണ്ടുവന്ന് ഇടും. ഇതെല്ലാം കഴിഞ്ഞ് പറിച്ച് എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും കൂടി ഇരുന്നത് നന്നാക്കി എടുത്തിട്ട് പിന്നെ അത് പുഴുങ്ങി അന്ന് തന്നെ പുഴുങ്ങി മുക്കാൽ ഭാഗം അന്ന് തന്നെ പുഴുങ്ങി ഉണക്കാനായിട്ട് വെയിലത്തിട്ടു. കാരണം ഈ ഒരു സമയത്ത് ചില സമയങ്ങളിൽ മഴ പെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയിട്ട് പിന്നെ മഴ ഒരു വിധം ഉണങ്ങണതിന് മുമ്പ് മഴ പെയ്താൽ പിന്നെ ഇതിന് കേട് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി അന്ന് തന്നെ പുഴുങ്ങി വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പറിക്കണത് കൊണ്ടുവന്ന് ഇടാണിത്. നന്നാക്കി കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ 100-200 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉണങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാൽഭാഗം ഉണ്ടായില്ല. അതാണ് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കുറയും ഇതിൻ്റെ. അപ്പോൾ അവരവിടെ നന്നാക്കാനിരുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കഞ്ഞൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി പറിച്ചെടുക്കുന്ന സമയം കൊണ്ട് നന്നാക്കിയത് പുഴുങ്ങി അങ്ങനെ വെയിലത്തിട്ടു. പിന്നെ അത് കഴിഞ്ഞ് വേഗം വീണ്ടും വന്ന് ബാക്കിയുള്ളതൊക്കെ നന്നാക്കിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരുടെ ഫേസ് ഞാൻ കാണിക്കാത്തത്, അപ്പാപ്പനും ചേച്ചിയാണ് ഇരിക്കുന്നത്. അവരുടെ ഫേസ് ഞാൻ കാണിക്കാത്തത് നമുക്കറിയില്ലല്ലോ അവർക്ക് എങ്ങനെയാണ് അത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും. ഞാൻ പിന്നെ അങ്ങനെ ചോദിച്ചിട്ടും ഇല്ല. അപ്പാപ്പന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ചേച്ചി എങ്ങനെ എടുക്കും നമുക്കറിയില്ല. അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചില്ല, ഫേസ് കാണിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പാപ്പൻ ഞങ്ങൾക്ക് പണ്ട് മുതലേ ഇവിടെ പണിക്ക് വരുന്നതാണ്, കുറേ കാലങ്ങളായിട്ട് പണിക്ക് വരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും വാഴ ഇങ്ങനെ കായക്കൊല വെട്ടാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുമൊന്നും വേണ്ട, ആൾ വന്ന് ഇങ്ങനെ നോക്കി പോവും. അപ്പോൾ പിന്നെ വന്ന് ആൾ വെട്ടിത്തരും നമുക്ക്. അപ്പോൾ ഇടയിലൊന്ന് അപ്പാപ്പൻ്റെ ഫേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പാപ്പന് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ കയറാണ്ട് പോയി കഴിഞ്ഞാൽ അവൾ വിളിച്ച് വരുത്തിയിരുന്ന് വർത്താനം പറയും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇതിൻ്റെ കൂടെ ഞാൻ കുരുമുളകിൻ്റെ പൊട്ടിക്കുന്ന വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡിലീറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്തേനായിരുന്നു. അതും ഞങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് തിളച്ചതിന് ശേഷമാണ് ഉണക്കി എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മഞ്ഞൾ നമ്മളൊരു 3-4 വട്ടം കഴുകിയിട്ടാണ് പുഴുങ്ങാൻ എടുക്കുന്നത്. നമുക്കിത് പുറത്ത് കൊടുക്കേണ്ടതാണല്ലോ. ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളിത് കൊടുക്കും. ചിലത് വീടുകളിലേക്ക് കൊടുക്കാറുണ്ട് പുഴുങ്ങി അവർക്ക് പൊടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ മലഞ്ചരക്കൊക്കെ കൊടുക്കുന്ന കടയിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളത് വൃത്തിയിൽ കഴുകി കൊടുക്കണം. കാരണം ഇത് പൊടിപ്പിച്ച് പൊടിയൊക്കെ ആയിട്ടാണല്ലോ വരിക. നമ്മൾ കൊടുക്കുന്നത് എത്രയായാലും നമ്മൾ വൃത്തിയിൽ കൊടുക്കുക. അപ്പോൾ ഒരു 3-4 വട്ടം കഴുകിയിട്ടാണ് കേട്ടോ പുഴുങ്ങുന്നത്. അപ്പോൾ പുറത്ത് അടുപ്പിൽ തീ പൂട്ടിയിട്ടാണ് വെക്കുന്നത്. ഇത് നമ്മൾ വട്ടക ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങിച്ചേക്കണ വട്ടകയാണ്. മഞ്ഞൾ പുഴുങ്ങാനും കുരുമുളക് പുഴുങ്ങാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് മഞ്ഞളിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുഴുങ്ങൻ്റെ വേവൊന്നും നമുക്ക് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ എന്തോ നൂല് വരിക അങ്ങനെ എന്തോ ആണ് അപ്പാപ്പൻ പറഞ്ഞത്, എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ ഇത് 3-4-5 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഉണക്കിയെടുത്തത്. ഉണക്കിയല്ല പുഴുങ്ങിയെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ കോലൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുക, കാരണം അടിയും മുകളും ഒരേപോലെ വെന്ത് വരണമല്ലോ. അപ്പോൾ അപ്പോൾ ഇത് പുഴുങ്ങി ഇത് വാരി വെച്ചിട്ട് പിന്നെ അത് കൊണ്ടുവന്നിടും. നല്ല പണിയാണ് മഞ്ഞൾ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് നല്ല പണിയുള്ള ഒരു പരിപാടിയാണ് മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ പാടില്ല, കാരണം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ കൃഷിയായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് പാട്. ഇത് പച്ചക്കായാലും കൊടുക്കാം. ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ പച്ചക്ക് എടുക്കൂട്ടോ ഈ മഞ്ഞൾ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇനി നമ്മളിത് വെയിലത്ത് ഉണക്കാൻ കൊണ്ടിടുകയാണ്. അപ്പോൾ ഒരു തുണി വിരിച്ചിട്ടാണ് ഇടുന്നത്. മുറ്റത്ത് കോൺക്രീറ്റും ഇട്ടാൽ മതി, പക്ഷെ പൊടിയാവുമല്ലോ അപ്പോൾ കോൺക്രീറ്റും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞങ്ങളൊരു പഴയ സാരി വിരിച്ചിട്ട് അങ്ങനെ ഇട്ടു. ടെറസിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിരുന്നു, പക്ഷേ ഷീറ്റ് ഇട്ട കാരണം വെയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുറ്റത്ത് തന്നെ തുണി വിരിച്ചിട്ട് അതിലിട്ടു. നമ്മൾ എത്ര അടിച്ച് വെടിപ്പാക്കിയാലും നമ്മൾ ചവിട്ടണ സ്ഥലമല്ലേ, എന്തായാലും പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിലത്തിട്ടില്ല. പിന്നെ അത് വെയിലത്തിട്ട് വന്നിട്ട് നമ്മൾ അടുത്തതും കോരി ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മഞ്ഞൾ പുഴുങ്ങണതും
അതുപോലെ ഉണക്കിയെടുക്കുന്നതും. പിന്നെ ഇത് ഉണക്കി പൊടിക്കണ വീഡിയോ ഒന്നുമില്ല, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഞങ്ങൾ ഉണക്കി കഴിഞ്ഞ് കൊടുത്തു. ഇത് കുറച്ച് നാളായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഉണങ്ങിയത് കുറേ കൊടുത്തു, ബാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മഴ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ നടുക. അപ്പോൾ അതിനുള്ള വിത്ത് പറിച്ചിട്ടില്ല, അത് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറിച്ച് അത് നടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് നമ്മൾ മഞ്ഞൾ പുഴുങ്ങി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് ഭാഗം ടെറസിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മേക്കിംഗ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.